ഇപ്പോഴും ഇതുപോലൊരു വ്യക്തിയോട് അയാളെ പറ്റിച്ചാണ് കാശും പോയി. ഇങ്ങനെയുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. കാര്യം ഓരോരുത്തരും അത് അനുഭവിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അച്ഛൻ പറയണത് റോങ് ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സമയത്ത് തോന്നും. ഞാൻ പറഞ്ഞ റോങ് തന്നെയാണ്. ജഡിക മനുഷ്യന് റോങ്ങായിട്ട് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിച്ചു, വഞ്ചിച്ചു. നാം വിശ്വസിച്ചിരുന്ന ആളാണ്. നഖവും വിശ്വസിച്ചിരുന്ന ആളെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വഞ്ചിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈരാഗ്യം, വിദ്വേഷം തോന്നും. പക്ഷേ ആ വിദ്വേഷം വെച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതിനേക്കാൾ വലുതാണ് ക്രിസ്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ മുമ്പിലൊന്നുമില്ല. ഏകപക്ഷികമായി ക്ഷമിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്ത് പറ്റും? കാശും പോയി നമ്മൾ തോക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഈ നമ്മൾ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ആളിനോട് നമ്മൾ ക്ഷമിച്ചാൽ എന്തു ചെയ്യും? നമ്മുടെ കാശും പോകും, നമ്മൾ ഈ മനുഷ്യനോട് തോക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ മനുഷ്യത്വം അത് അനുവദിക്കത്തില്ല. മനസ്സിലായ? അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വിചാരിക്കും ദൈവം അവനായിട്ടൊരു പണി കൊടുക്കുമെന്ന് വിചാരിക്കും. അപ്പം ക്രിസ്ത്യാനിക്ക് അങ്ങനെ പോലും പറയാനുള്ള ചാൻസ് ഇല്ല. അതാണ് ഒരു പ്രശ്നം. ഞാൻ ക്ഷമിച്ചു, പക്ഷേ നിനക്ക് പണി വരുന്നുണ്ട് അവർ അച്ഛന്ന് പറയത്തില്ലേ? അങ്ങനെ പോലും പറയാൻ ചാൻസ് ഇല്ല. കാര്യം അതുകൊണ്ടാണ് ആ ചാൻസ് കൂടി കുരിശ് വെച്ച് റെക്ട് ഓഫ് ചെയ്തായിരുന്നു. അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ ക്ഷമിച്ചു, എന്നാൽ ദൈവം നിന്നോട് ചോദിക്കും. അങ്ങനെ പൗലോസപ്പോസ്തലൻ പോലെ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് കുറേ പണി വെച്ചിട്ടുണ്ട്, ദൈവനെ കൈകാര്യം ചെയ്യാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 4:14. 2 തിമോത്തി 4:14. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു. കർത്താവ് അവന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും. സത്യം പറഞ്ഞാൽ അങ്ങനെ പോലും പറയാൻ വകുപ്പില്ല. കർത്താവ്, ഞാൻ ക്ഷമിച്ചു, കർത്താവ് അവനെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറയാൻ പോലും വകുപ്പില്ല. എന്താ പറയണത്? കർത്താവ് കൂടി അവനോട് ക്ഷമിക്കട്ടെ എന്നാണ് പറയേണ്ടത്. കർത്താവ് കൂടി അവനോട് ക്ഷമിക്കട്ടെ. എന്താ കാര്യം? ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ലോങ്കിനോസിൻ്റെ ലോങ്കിനോസ് എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടല്ലോ, ആ ഒറ്റക്കണ്ണൻ. അപ്പോൾ ചത്ത് കിടന്നിട്ടും കർത്താവിൻ്റെ ചങ്കയിൽ കുത്തിയവൻ അവന് ഒറ്റക്കണ്ണേ ഉള്ളു. ആ ഒരു കണ്ണ് വെച്ചോണ്ട് അവൻ കർത്താവിൻ്റെ ചങ്കയെ കുത്തി. അപ്പോൾ എന്ത് പറ്റി? അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്ന്. രക്തവും വെള്ളവും ഒഴുകി. പാരമ്പര്യം പറഞ്ഞത് എന്താണ്? കർത്താവ് അവനെ സുഖപ്പെടുത്തി എന്നാണ് പറയണത്. സുഖപ്പെടുത്തിയതാണ്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവെന്നും ഈ പൗലോസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. റോമാ 12:14. റോമാ 12:14. അതും പൗലോസപ്പോസ്തലൻ എഴുതിയ ലേഖനമാണെന്ന് ഓർക്കണം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അതാണ് സംഭവം. പീഡിപ്പിക്കുന്നവരെ അതും പൗലോസ് തന്നെ പറയണതാണ്. 2 കോണ്ടസ്റ്റാണെന്നേ ഉള്ളൂ. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. പക്ഷേ അദ്ദേഹത്തിന് നേരെ ഒരു സംഭവം വന്നപ്പോൾ അവർ പറയും കർത്താവ് വരെ. ഈ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ എല്ലിട്ട് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് നമ്മുടെ സ്വകാര്യ തീരുമാനം എടുക്കും.
അതാണ് വിഷയം. ഇത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. കാര്യം ഇതുപോലും ഇങ്ങനെ നമ്മൾ സ്വകാര്യമായി വരുന്ന വിഷയങ്ങൾക്ക് പോലും ദൈവതീരുമാനം പറയുന്നതിന് ഔസേപ്പച്ചൻ പുതുമനയ്ക്ക് കർത്താവ് ഒരു വചനം കൊടുത്തു അയാളോട് ക്ഷമിക്കാൻ വേണ്ടി. ആ വചനം ഏതാണെന്നറിയാവോ? മത്തായി 11:12. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. ഏറ്റവും അശക്തമാകുന്നവനാണ് ദൈവരാജ്യത്തിലെ ബലമുള്ള ആള്. നമ്മുടെ പണവും പോയി നമ്മളെ ചതിക്കുകയും ചെയ്ത് അവനോട് ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരായി? വട്ടപൂജ്യമായി. ഇപ്പോൾ നമ്മൾ ഏറ്റവും അശക്തനായി. ഏറ്റവും അശക്തനായാണ് ബൈബിളിൽ എന്താണ്? ഏറ്റവും ബലവാനായത്. അതുകൊണ്ടാണ് ഈ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്താണ്? ദൈവരാജ്യമാണ് സബ്ജക്റ്റ് അല്ലേ? ദൈവരാജ്യം വരുന്ന വരവ് കണ്ടില്ലേ? ഈ പുതുമനയുടെ ലൈഫിലേക്ക് ദൈവരാജ്യം വരുന്ന വരവ് കണ്ടില്ലേ? എന്താണ്? ഒരു മനുഷ്യൻ സാമ്പത്തികമായി തട്ടിച്ചു, അവനെപ്പോഴും ഗോഗോ വിളിച്ച് നടക്കുകയാണ്. എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, ഇവനോട് നീ ക്ഷമിക്കണം, നിൻ്റെ കാശും പോവും, പിന്നെ നീ കൊച്ചാകുകയും ചെയ്യും, നീ ബലഹീനനാകും. എന്തിനാണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഇപ്പം ഇങ്ങനെ നമ്മൾ സ്വയം നമുക്ക് എല്ലാ തരത്തിലും ഒരു നഷ്ടം വന്നിട്ട് എന്താണ് ഇത് എന്തിനെ പ്രതിയാണ്? അതാണ് പ്രശ്നം. നമ്മളിങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനെ പ്രതിയാണ്? 2 കൊരിന്തോസ് 12:10 എടുത്ത് ശ്രുതികട്ടെ ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഇപ്പം നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്താണ്? അവൻ നമുക്ക് കാശ് തന്നതോ അവൻ വന്ന് നമുക്ക് ക്ഷമ നമ്മളോട് പറഞ്ഞു, ചേട്ടാ തെറ്റിപ്പോയി ചേട്ടാ എന്ന് പറഞ്ഞതല്ല പ്രശ്നം. അതൊന്നുമല്ല. നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്തായിരിക്കണം? ഞാൻ ഇത് ഒന്ന് വചനം വായിച്ച് 2 കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഞെരുക്കവും പീഡയും അത്യാഹിതവും ഒക്കെ ഉണ്ടാകുമ്പോഴും സന്തുഷ്ടി പോകത്തിൻ്റെ കാരണം എന്താണ്? ക്രിസ്തു ഇതെല്ലാം നമുക്കിത് നേരത്തെ ഏറ്റെടുത്തിട്ട് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവൻ്റെ പേരിൽ ഞാനിത് ഏറ്റെടുക്കുക കഴിയുമ്പോഴാണ് എനിക്ക് എൻ്റെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള ആത്മബന്ധമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൃപയാലേ
കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴീ മനുഷ്യൻ കറക്റ്റ് പതുക്കെ വന്ന് ദൈവരാജ്യത്തിൽ ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പം ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ജീവിത സംഘർഷങ്ങളിലൂടെ സുവിശേഷവിഹിതമായ സാക്ഷ്യജീവിതം നയിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലാകുകയും. അപ്പോൾ ദൈവരാജ്യത്തിലുള്ള ആൾക്കാരുടെ സന്തുഷ്ടി എന്താണ്? വസ്തുവിലല്ല, വിഷയങ്ങളിലല്ല, കിട്ടിയ നേട്ടങ്ങളിലല്ല, വന്ന കൂട്ടങ്ങളിലുമല്ല. പിന്നെന്താണ് സംഭവം? ക്രിസ്തു എന്ന വ്യക്തിയാണ്. കാരണം ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം എന്ന് പറയണത്. ഈ ക്രിസ്തുവിൻ്റെ വ്യക്തിയുടെ അവൻ പറയണത് പോലെ നമ്മൾ ജീവിക്കുകയല്ലേ ഉടമ്പടിയുടെ ഉദ്ദേശം. അവൻ പറയണ പോലെ, ക്രിസ്തു പറയണ പോലെ നമ്മൾ ജീവിച്ച് വരുമ്പോൾ ഒത്തിരിയേറെ പ്രാവശ്യം ക്രിസ്തു മഹത്വപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു അൺകോൺഷ്യസ് ലെഫ്റ്റ് സൈഡ് പോലും പൊങ്ങത്തില്ല. എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എന്നാ ചെയ്യണം ചേച്ചിന്ന്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, മാതാവിനോട് പ്രാർത്ഥിക്കുക, വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക. ഞാൻ പേഷ്യൻറ്റിനെ ലേഡി ഡോക്ടറിനെ കണ്ട് തിരിച്ചു പോന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലുന്നില്ല? ഞാൻ മാതാവിൻ്റെ കുരിശ് വരച്ച്, എൻ്റെ കയ്യിൽ തൈലവും ഉപ്പും ഒന്നുമില്ല, ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ, പിള്ളേരുടെ ഇടയ്ക്ക് ഒരമ്മയായി മേഡം ഇരിക്കും, ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഡിസ്ചാർജായി വീട്ടിൽ വന്നു. എൻ്റെ കഴുത്തെ കിടന്ന കാശുരുവ് മൂരി ഞാൻ ഡോക്ടറിന് കൊടുത്ത് ഡോക്ടറിനോട് പറഞ്ഞു, മേഡത്തിൻ്റെ തലയണക്കിഴ വെക്ക്. അങ്ങനെ മേഡം ഇന്ന് 75% സുഖമായി നടക്കുവാൻ തയ്യാറായി. പിന്നെ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ ആ ടെറസ് കിട്ടിയപ്പോൾ ഞാൻ ഒരു മുഴുവനായിട്ടും ബ്ലൂ കളറിലുള്ള മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അന്നു മുതൽ കണ്ണടച്ച് ഞാൻ തുറക്കുമ്പോൾ ഈശോയുടെയും മാതാവിൻ്റെ രൂപം എനിക്ക് എന്നും കാണാൻ പറ്റും. അതുകൂടാതെ എൻ്റെ മക്കൾ ആണും പെണ്ണുമാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടായപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഒരാളെ പിടിച്ചു മനസ്സിലാക്കുമ്പോൾ അടുത്ത ആളും ഇങ്ങനെയാണല്ലോ ദൈവമേ. അന്ന് ഞാൻ കൊന്ത ചൊല്ലി കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ തലയിൽ വന്ന് തലോടി ഈശോ അന്ന് എനിക്കൊരു പ്രത്യേക അനുഗ്രഹം കിട്ടി. ഇന്നു മുതൽ എൻ്റെ പിള്ളേരെ തമ്മിൽ വഴക്ക് പറയുന്നതോ അങ്ങനെയൊരു സ്വഭാവമോ എൻ്റെ മക്കൾക്കില്ല. പിന്നെ ഞാൻ എപ്പോൾ പോയാലും മാതാവിൻ്റെ ഒരു കൃപ എൻ്റെ കൂടെയുണ്ട്. ഉടമ്പടി മാതാവ്, കൃപാസന മാതാവ്, എല്ലാവരെയും ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. എൻ്റെ കൂടെയുള്ളൊരു ചേച്ചി 30 വർഷം കൊണ്ട് വീടില്ലാതെ വിഷമിക്കുമായിരുന്നു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി വീട് കിട്ടും, പ്രാർത്ഥിക്ക്, മാതാവ് കൂടെയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കും മോളെ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ചുകൊണ്ട് പോയ കാശുരൂപം കൊടുത്ത് പറഞ്ഞു, ഡിസംബർ 30-നും ജനുവരി 30-നും ഉള്ളിൽ ചേച്ചി വീട് കിട്ടും, മാതാവിൻ്റെ ഭവനമായിരിക്കും, അതിന് മാതാവ് എന്നുള്ളൊരു ഭവനം ഇടണം, പേരുവിടണം. അന്നു മുതൽ ഞാൻ വീടിൻ്റെ ഗൃഹപ്രവേശത്തിനും പോയി. മാതാവ് ഒരു നല്ലൊരു വീട് തന്ന് അവരെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഒത്തിരി എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ 2ാം പ്രാവശ്യം ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയപ്പം എനിക്കൊരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ഡൽഹി ബോർഡർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ വെച്ച് ഞാനും എൻ്റെ വണ്ടിയും തെറിച്ചു പോയി. എൻ്റെ വായിനകത്ത് മാതാവിൻ്റെ ഒരു ചുവട് ബോട്ടയും ഉപ്പും തൈലവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് തെറിച്ചു പോയ ഉടനെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ എൻ്റെ ബാഗ് തപ്പി, എൻ്റെ മാതാവ് എവിടെ പോയി? എൻ്റെ മനസ്സിൽ തോന്നി, നീ എന്നെ നോക്ക്, ഞാൻ എവിടെ പോയെന്ന്. ഞാൻ എടുത്തു നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പിൽ തൈലത്തിൻ്റെ ഒരു അടപ്പും തുറന്നിട്ടില്ല, ഒരു തുള്ളി പോലും തൈലം പോയിട്ടില്ല. എൻ്റെ വണ്ടി നടുവേ പൊട്ടിപ്പോയി. കണ്ടവരെല്ലാവരും എന്നോട് പറഞ്ഞു, കൊച്ചാ നിനക്ക് എന്തോ വരേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വരത്തില്ല, മാതാവ് ഉള്ളിടത്തോളം കാലം ഞാൻ ഈ ഭൂമിയിൽ മാതാവിൻ്റെ ഒരു സാക്ഷിയായി ജീവിക്കുവാൻ തയ്യാറാണ്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ മാസം അവിടെ എല്ലാവരും അരിയാഹാരം ഭക്ഷണം കുറവാണ് കഴിക്കുന്നത്, ഗോതമ്പ് പൊടിയാണ് കഴിക്കുന്നത്. ഞാൻ 5 വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ 5 വീട്ടുകാർക്ക് ഗോതമ്പ് 1.5 കിലോ ഗോതമ്പ് ഇടും. എന്നാൽ ഒരു 1.5 കിലോ എന്ന് പറയുമ്പോൾ 4 അംഗങ്ങൾ പ്രത്യേകമായിട്ട് കഴിക്കുക. എന്നാൽ 25 പേർക്ക് ഞാൻ അങ്ങനെ ഭക്ഷണം കൊടുക്കാറുണ്ട്.
പിന്നെ ബ്ലൈൻഡ് സ്കൂളുണ്ട് ഞാൻ താമസിക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട്. കുറച്ച് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ തണുപ്പത്ത് ഡിസംബറിൽ 40-ഉം 50-ഉം ആ തണുപ്പത്ത് ഞാൻ രാവിലെ വഴികരി ഇരിക്കുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുപോയി അവർക്ക് ചായ കൊടുത്ത് അവരെക്കോ ബിസ്ക്കറ്റും കൊടുത്തു കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും അവരെന്നെ വെയിറ്റ് ചെയ്യും. കാരണം അതുപോലത്തെ തണുപ്പാണ് ഡൽഹിയിലെ തണുപ്പ്. ആരെങ്കിലും ഡൽഹിയിലുണ്ടെങ്കിൽ അറിയാം, ഭയങ്കര തണുപ്പാണ്. 5-6 നമ്മൾ തുണിയൊന്നും ഇട്ടാൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ വഴികിലിരിക്കുന്നവർക്ക് ഒരു കപ്പ് ചായ കിട്ടുമ്പോൾ എന്തൊരു അനുഗ്രഹമാണെന്നറിയാവോ. അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ സഹായിക്കണമേ. എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. I am Jose. This is my wife Rajini. We are currently in Ras Al Khaimah in UAE, and we are based out of Bombay for the last almost 17 to 18 years. I took my first covenant in the year 2020 on 4th of August, and that was my growth phase, from where after renewal on 12th of July 2023, it was a stream of miracles that started taking place in our life. I lost my job at the age of 50. And for 7 years, I was not getting any job. I was getting interview calls, appointment letters. But as soon as I was supposed to join, the jobs moved out from my hand. So after that, when I renewed my covenant on 12th of July, I took the blessing of Father Joseph over here in the altar. And next day itself, I got a spiritual job. First itself, on 13th of July, I was appointed the coordinator for the lectors in Ras Al Khaimah Church for English. Thereafter, within next 3 months, in the 90 days itself, I got a job of my liking with an organization I was working for about 17 years initially after my engineering. And this was a job I was always loving to do, but it was the grace of Mother Mary, intercession of Mother Mary, and the blessing of Lord Jesus that I got appointment with them. Thereafter, I got another job which also on their visa I am working over there in Ras Al Khaimah. So altogether 3 jobs within 30 days within 90 days of the covenant came into my hand, which I have been following for the last 1 year. My wife was first to take covenant over here, and it was in 2019 she took her first covenant. And as a result of the first covenant itself, one of her intentions was for the placement of my children in the right college after their 12th standard as well as engineering. And both these intentions were very easily and miraculously attained by us. All the paperwork, renewals, everything happened very swiftly, and they were able to go to Ireland. Now both of them are together. My 2 sons, Neil and Noel, are there in Dublin, Ireland. Thereafter, actually, one of my intentions in the renewal was for our family to grow in holiness. Because all throughout our life, actually, I was doing well in my career, so money was not an issue. So we were not very dependent, or we were as if it was everything on our merits, it was happening. We were a bit far away from God. But the loss of job at the age of 50 turned us back. That was a way of Jesus calling us back to Him. And first intention in the renewal was to make us holy as Lord is holy. That was our first renewal petition. And it was as if after that our spiritual life has been on fire. We got number of opportunities over there in Ras Al Khaimah and UAE.
in the charismatic movement, in the Jesus Youth, in church ministry for the lectors. So it is not an issue being in UAE or Gulf country that you cannot work for God or His kingdom. Opportunities are there, and God will provide if we earnestly pray to Him. And through the intercession of Mother Mary, we were able to attain that. As a part of our covenant, actually, daily, the morning prayer, 5:30 over here is 4 a.m. over there. So we used to get up at 4 a.m., say the intercessory prayer in the morning, and in the evening, the covenant prayers that we used to religiously do. We used to keep God first always in our life and do the rest. That was the way on a daily routine. And I am in actually sales in Middle East. So my area of operation is the entire Middle East. So wherever I visit an organization or an office, the first thing which I do is to sprinkle a bit of salt in that office at a place, important place, or where the people don't step on. So this was a regular practice I've been following, and what I find over there is miraculously everything was working in our favor. And in the first year itself, it is very difficult for the people in marketing can understand that it's not so easy to get major orders in the first year. But by the grace of God and intercession of Mother Mary, in the 8th month itself, a major order which was eluding this organization, which I'm working for almost for 25, 30 years, that customer was not allowing them inside. But God made the way and gave a major order, which is prestigious for our organization. Thereafter, whenever we visit, all the paper, Christmas paper, we used to pray the credo in faith, explain to them, and then distribute to each of the persons which Mother Mary used to show to us. We never kept it on anywhere, but we used to personally hand it over. Yeah, and every Tuesday, Father's online retreat, we religiously follow and take the guidance and the advice Father gives, which has made us, uplifted us in our spiritual life. For these and all the graces that Mother Mary has interceded for us through Lord Jesus, we are very extremely thankful to Mother Mary, Lord Jesus, Abba Father, Holy Spirit. പ്രിയന്ത്, ഇത് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ 3 മക്കൾ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഈ ഒരു ദിവ്യമായ അൾത്താരയിൽ ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പരിശുദ്ധ മാതാവും ദൈവകുമാരനും ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ തുടങ്ങിയ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. 2022 അതികഠിനമായ ബാക്ക് പെയിൻ വന്നു. ബെഡ് റിഡൻ ആയിപ്പോയിരുന്നു. അപ്പോൾ കട്ടിലിൽ നിന്നൊന്നും എഴുന്നേൽക്കാൻ പറ്റിയിരുന്ന അവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ മമ്മി പറഞ്ഞിരുന്നു, ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തായാലും സൗഖ്യപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ വരാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതായത് ട്രാവൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയും ഇതെല്ലാം നടത്തിയാണ് ഞങ്ങൾക്ക് പകുതി ആയതേ ഉണ്ടായിരുന്നുള്ളൂ ബാക്ക് പെയിന്. ആൾ നടക്കുമ്പോൾ ഒരു പോസ്ചർ ശരിയല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 1 വർഷം കഴിഞ്ഞു ഇവിടെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. അതിനു മുന്നേ തന്നെ ഞങ്ങൾ 6-7 വർഷമായിട്ട് വിദേശത്ത് പോകാനും നോക്കിയിരുന്നു. അതെല്ലാം ഞങ്ങൾക്ക് ഫെയിലായിരുന്നു. അപ്പോൾ അത് 2 നിയോഗമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച ആയപ്പോഴത്തേക്കും തന്നെ ഹസ്ബൻഡിൻ്റെ ആളിന് നല്ല ബോഡി നല്ല റിലാക്സ് ആയിരുന്നു. അതുവഴി ബാക്ക് പെയിന് കംപ്ലീറ്റ് പൂർണ്ണമായും ഭേദമായി 90 ദിവസം കൊണ്ട്. ആ സാഹചര്യത്തിൽ തന്നെ അമ്മ ഞങ്ങളെ ഇവിടെ എത്തിക്കാനുള്ള ഒരു അനുഗ്രഹവും തന്നു. 90 ഡേയ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ ഞങ്ങൾക്കിവിടെ വരുവാനും ഇവിടെ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുക്കുവാനും സാഹചര്യമുണ്ടായിരുന്നു. ആ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പം തന്നെ എനിക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ ഇവിടെ വരുന്നതും ദൂരെ നിന്ന് ഞാനിതെല്ലാം കാണുന്നതൊക്കെ സ്വപ്നം കണ്ടിരുന്നു.
അപ്പം ഞാൻ തീരുമാനിച്ചിരുന്നു എന്തായാലും അമ്മ ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പിന്നെ ഇവിടെയുള്ളവർക്ക് അറിയായിരിക്കാം, ഞങ്ങൾ കഴിഞ്ഞ 2023 മാർച്ചിൽ H1B വിസയ്ക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തിരുന്നു. അതിൻ്റെ ലോട്ടറി 7.5 ലക്ഷം പേരിൽ നിന്നാണ് 65,000 പേരെയായിരുന്നു എടുക്കുന്നത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇതിൽ ലോട്ടറിയിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് ഇവിടെ വന്ന് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് റിജക്റ്റ് ആയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇവിടെ നിയോഗത്തിൽ ജോലി വേണമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് 65,000 പേരെ കിട്ടിയില്ലാത്തതുകൊണ്ട് രണ്ടാമതൊരു ലോട്ടറി ഇടുകയും അതിൽ ഞങ്ങളെ സെലക്ട് ആവുകയും ചെയ്തു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇത് രണ്ടും ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമായി